അങ്ങനെ ആദ്യത്തെ പത്തി വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടാനും ഉണ്ട്. രണ്ടാമത്തെ പത്ത് തുടങ്ങിയതോ ക്ഷീണമൊക്കെ അങ്ങോട്ട് ഉടലെടുത്ത് തുടങ്ങി. എനിക്കങ്ങോട്ട് ഉച്ചയിനപ്പോ തുടങ്ങിയ തലവേദന കാരണം മിക്കാക്ക് പറഞ്ഞു ഇനിയിപ്പൊ കടിയൊന്നും ഉണ്ടാക്കണം, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. റമദാൻ മാസം പിന്നെ അങ്ങോട്ട് തുടങ്ങിയ എല്ലാ മുക്കിലും മൂലയിലും കടികളുടെ ബഹളവും. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് കടി വാങ്ങാൻ തീരെ ഇഷ്ടമല്ല. ഇതിപ്പോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തലവേദന കാരണം ഇയാളുടെ ബഹളം കൊണ്ട് മാത്രം വാങ്ങിയതാണ്. യെസ് ബേബിക്കാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരേപോലെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ചാടിക്കയറി പൊക്കോൾ. കടിയും വാങ്ങി ഇറങ്ങിയപ്പോ കണ്ണിൽ കക്കാർച്ച് വിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സാധനത്തിന്റെ പേരെന്താ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും അങ്ങോട്ട് വാങ്ങിച്ചു. ഈ ഫ്രൂട്ട്സ് വാങ്ങി വണ്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിൽ നിന്ന് വെന്തുരുകണായിരുന്നു. അമ്മാതിരി ചൂടാണ്. തിരിച്ചു വന്ന് താൽക്കാലികമായിട്ട് എന്റെ തലവേന മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്റെ പണികളിലേക്ക് കടന്ന്. ആ സമയത്ത് ഉമ്മച്ചിയുടെ പണികളെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന് കയറിയപ്പോൾ ഉമ്മച്ചിയുടെ ഇടിയപ്പ പണി തകൃതിയിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ജ്യൂസിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് ചെയ്തു വെച്ച് ഉള്ള സമയം അങ്ങോട്ട് അതിക്രമിച്ചോ എന്ന് മനസ്സിലാക്കിയ ഒരാൾ ഓടി വന്നിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങോട്ട് ചെത്തി വെച്ച് സഹായിച്ചു തന്നു. പെട്ടെന്നാണ് ഒരാൾ ബൈക്ക് എടുത്തോണ്ട് പുറത്തേക്ക് പോകണ കാണുന്നത്. ചോദിച്ചപ്പോൾ പറയുന്നത് ഷവർമ കഴിക്കാൻ പോയി തന്നിട്ട് ഷവർമ വാങ്ങാൻ പോണേ. അങ്ങനെ ആ ഷവർമക്കാരൻ പോണേം കണ്ടി എന്റെ പണികൾ അടുക്കളയിൽ നിന്ന് ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബാങ്ക് വിളിച്ച് അങ്ങനെ ഇന്നത്തെ നോമ്പ് റാത്താട്ടോ.